ഇത് കണ്ടോ, ഞാനൊരു പോട്ടി മിക്സ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഓരോന്ന് ഇടുമ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. ഇത് എനിക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ നടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു 2 കാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, അതുണ്ട്. പിന്നെ ഒരു ചേമ്പുണ്ട്, കുറച്ച് മഞ്ഞൾ, കുറച്ച് ഇഞ്ചി, ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരു പോട്ടി മിക്സ് ആദ്യം കുറച്ച് മണ്ണ് വേണമല്ലോ. അപ്പോൾ ബാക്കി മണ്ണ് കുറച്ചും കരിയില കൂടുതലാക്കിയിട്ടാണ് ഞാൻ നടാറ്. അപ്പോൾ ഞാൻ അതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണിത്. ഇതിൽ പ്രധാനമായിട്ടും മണ്ണെന്ന് വെച്ചാൽ ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിൽ നമ്മുടെ ചാരമുണ്ട്. പിന്നെ ഇത് സൂഡോമോണസ് ഉണ്ട്. പിന്നെ എല്ലുപൊടിയുണ്ട്. പിന്നെ വേപ്പും പിണ്ണാക്കുണ്ട്. ട്രീറ്റ് ചെയ്ത മണ്ണ്, പിന്നെ ചാണകപ്പൊടി. നമുക്കത് വിട്ടുപോയി, ഏറ്റവും അടിയിൽ ഇട്ടിരിക്കുന്ന ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടിയുണ്ട്, ട്രീറ്റ് ചെയ്ത മണ്ണ്, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ചാരം, സൂഡോമോണസ്. ഇത്രയും മിക്സ് ആക്കിയിട്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. കാരണം കുറച്ച് മണ്ണ് ഇടണം അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് മിക്സാക്കി വെച്ചതാണ്. മണ്ണ് ട്രീറ്റ് ചെയ്ത് കുറേ നാൾ മുമ്പേ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയെല്ലാം കൂടി ഇപ്പം മിക്സ് ചെയ്തിട്ട്, പിന്നെ കരിയില കൂടുതൽ, നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുമ്പോൾ കൂടുതൽ കരിയില ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം 2 പ്രാവശ്യം ഞാൻ കാച്ചിൽ നട്ടിട്ട് എനിക്ക് നല്ല കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സാണിത്. കുറച്ചും കൂടി ചാണകപ്പൊടിയും ട്രീറ്റ് ചെയ്തതാണ്. ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയ ചാണകപ്പൊടിയാണ്. അതൊക്കെ ട്രീറ്റ് ചെയ്ത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നു. അതുപോലെ മണ്ണും നമ്മളെപ്പോഴും നടുമ്പോൾ അത് ശ്രദ്ധിക്കണം. ട്രീറ്റ് ചെയ്ത മണ്ണും ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷനെല്ലാം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് മിക്സാക്കി ഞാൻ കാണിക്കാവേ. ഞാൻ നടുന്ന രീതിയാണ്. ഓരോരോ ആൾക്കാർക്ക് ഓരോ രീതിയായിരിക്കും. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഞാനിതിങ്ങനെ ബക്കറ്റിൽ എടുത്ത് വെക്കും. ഇതുപോലെ ഇത് ഒന്നിലല്ല, കുറേ എണ്ണത്തിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ. സൂഡോമോണസിൽ മുക്കി വെച്ചിട്ടുണ്ട്. കാച്ചിലിൻ്റെ ഇതൊക്കെ സൂഡോമോണസിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇതിലും സൂഡോമോണസ് മണ്ണിലും ഇട്ടു, ഇതിലും ഇട്ടു. ഇത് മുക്കിയും വെച്ചിട്ടുണ്ട്. അത് കലക്കിയിട്ട്